ഫ്രാൻസ് വേഴ്സസ് സെനഗൽ 3-1 ഫ്രാൻസ് സെനഗലിന് കംഫർട്ടബിൾ ആയിട്ട് ജയിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിവേ ഇത്തിരി ടെൻഷൻ അടിച്ചിട്ടാണെങ്കിലും ജയിച്ചു 3-1. അവസാന ഗോൾ അടിച്ചപ്പോൾ പിന്നെ ഓക്കെ ഉറപ്പായി ജയിച്ചു എന്നുള്ള കാര്യം ഉറപ്പായി. എന്തായാലും സെനഗൽ മാക്സിമം അവരെ ട്രൈ ചെയ്തു, മാക്സിമം ട്രൈ ചെയ്തു. കളി തുടങ്ങി ഒരു 10-15-20 മിനിറ്റ് ഒക്കെ ആയപ്പോൾ എൻ്റെ തോട്ട് പോയത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസീൽ വേഴ്സസ് നമ്മുടെ മൊറോക്കോ കളി പോലെ ആയല്ലോ. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് ബ്രസീൽ അഡ്വാൻറ്റേജ് എടുക്കും, മൊറോക്കോയൊക്കെ അഡ്വാൻറ്റേജ് എടുത്ത് കളിക്കുന്നൊക്കെ വരും. പക്ഷെ ആദ്യം 10-15 മിനിറ്റിൽ തന്നെ കളി ഓപ്പോസിറ്റ് ആണ് തരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊറോക്കോയാണ് അഡ്വാൻറ്റേജ് എടുത്തത്. അതേപോലെ തന്നെ ഈ കളിയിൽ നമ്മൾ പ്രതീക്ഷിച്ചത് എന്തായാലും ഫ്രാൻസ് ഇടിച്ചു കയറും. കാരണം ഡെംബലെ, ഡുവെ, എംബാപ്പെ, ചുമേനി അങ്ങനെയുള്ള വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ഒക്കെ അവരിലുണ്ട്. ബെഞ്ചിലാനും ബാർക്കോള, നമ്മുടെ പിന്നെ റയാൻ ചെർക്കി ടീംസ് ഒക്കെ ഉണ്ട്. അത് കാരണം ഇവിടെ എന്തായാലും ഫ്രാൻസ് അഡ്വാൻറ്റേജ് എടുത്തിട്ട് തന്നെ കളിക്കുക എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ആദ്യത്തെ 10-15 മിനിറ്റ് കണ്ടപ്പോൾ മനസ്സിലായി സെനഗൽ ചില്ലറ ടീമല്ല. സെനഗൽ ഓൾറെഡി നമുക്കറിയാം, സെനഗല് ആഫ്രിക്കൻ കപ്പില് ഫൈനൽ കളിച്ചു, ഫൈനലിൽ ജയിച്ച് കുറെ കോൺട്രവേഴ്ഷ്യൽ പരിപാടി കഴിഞ്ഞ് ജയിച്ച് ഒരു മൊറോക്കയെ തോപ്പിച്ച് ജയിച്ച് കപ്പെടുത്ത് പിന്നെ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ് പിന്നെ മൊറോക്കയെ വിജയികളായി പിന്നെ പ്രഖ്യാപിച്ചു. അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പോൾ സെനഗൽ ടോപ്പ് ടീം തന്നെയാണ്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത് സെനഗലിനേക്കാൾ അഡ്വാൻറ്റേജ് എടുത്തിട്ട് ഫ്രാൻസ് കളിക്കുന്ന വിചാരിച്ചത്. പക്ഷെ അങ്ങനത്തെ ഒരു കളി ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് ഉണ്ടായില്ല. പ്രത്യേകിച്ച് ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ സെനഗലിന്റെ അറ്റാക്കാണ്, സെനഗലിൻ്റെതാണ്. സെനഗൽ ഒരു ഗോൾ അടക്കം അടിച്ചതാ, ഒന്ന് മൂളിച്ചതാ, പക്ഷെ അത് ഓഫ്സൈഡായി പോയി. അപ്പം അമ്മാതിരി പെർഫോമൻസ് ആണ്. ഈ സെനഗലിന്റെ സാറ് വല്ലാത്ത ബുദ്ധിമുട്ട് നമ്മുടെ ഡിഫൻഡേഴ്സിനും ഗോൾ കീപ്പർക്കും, ഫ്രാൻസിന്റെ ഡിഫൻഡേഴ്സിനും ഗോൾ കീപ്പർക്കും വരുത്തിണ്ടായിരുന്നു. ഇനി അവരൊന്നും അടിച്ചതാ, പക്ഷെ ആദ്യമൊന്നും അടിച്ചതാ, പക്ഷെ അത് ഓഫ്സൈഡായി പോയി. അപ്പോൾ പക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെനഗലിന്റെ ഒരു ആധിപത്യമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ഇതിനി ഇപ്പോൾ ബ്രസീലിന്റെ അവസ്ഥയാവും ഫ്രാൻസ് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കാര്യങ്ങൾ കയറി മറിഞ്ഞു. എംബാപ്പെ ആദ്യ ഗോൾ അടിക്കുന്നു, അത് ബ്രേക്ക് ചെയ്യുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യുന്നു. പിന്നെ ബാർക്കോള വരുന്നു. ബാർക്കോള വന്ന പാടെ കുറച്ച് കഴിയുമ്പോൾ ബാർക്കോളയും ഗോൾ അടിച്ചിട്ട് ലീഡ് 2 ആക്കുന്നു. അപ്പോൾ ഓക്കെ, കംഫർട്ടബിൾ ആയിട്ട് ഫ്രാൻസ് ജയിച്ചു എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് സെനഗലിന്റെ ടപ്പായിട്ട് ഒരെണ്ണം കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഒരെണ്ണം അടിച്ച് സെനഗൽ. ഇപ്പൊ 2-1 ഇപ്പൊ കളി ബാക്കായി. അപ്പൊ ഇനി ചിലപ്പോൾ സെനഗൽ ഒന്നും കൂടെ അടിച്ച് സമനിലയാക്കുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്ന സമയത്താണ് കണ്ണടച്ച് തുറക്കുമ്പോൾ എംബാപ്പയുടെ വക ഒരു കിഡിലൻ സാധനം. എത്ര വരെ പുറത്തുനിന്ന് എനിക്കറിയില്ല, പക്ഷെ മോശമില്ല, നല്ലൊരു ഡിസ്റ്റൻസിനാണ് എംബാപ്പ ഷോട്ട് എടുത്തത്. ആ ഗോളിയും മറികടന്ന് നേരെ പോസ്റ്റിന്റെ ഉള്ളിലേക്ക് പറന്നിറങ്ങി. കിഡിലൻ ഗോളായിരുന്നു. വൺ ഓഫ് ദി, ഞാൻ പറയുകയാണെങ്കിൽ ഈ ലോകകപ്പിൽ ഇതുവരെ കളിച്ചതിൽ ഏറ്റവും മികച്ച ഗോൾ എന്നുള്ള ലെവലിലാണ് ഞാൻ അത് തിരഞ്ഞെടുക്കുക. എംബാപ്പ അടിച്ച രണ്ടാമത്തെ ഗോള് അങ്ങനെ അടിച്ചപ്പോൾ ശേഷം ഓക്കെ 3-1 ഒരു കൺഫേംഡ് ആയി എന്ന് പറഞ്ഞാൽ സ്പെയിനല്ല ഫ്രാൻസ് ജയിക്കുന്നുള്ളത്. എനിവേ എംബാപ്പയുടെ ആദ്യത്തെ കളി 2 ഗോൾ അടിച്ചിട്ട് മിന്നിച്ചു തുടങ്ങി. എംബാപ്പയ്ക്ക് എന്ന് പറഞ്ഞാൽ ഫ്രാൻസും കഴിഞ്ഞ വർഷത്തെ റണ്ണേഴ്സപ്പാണ് ഫ്രാൻസ്. അതിന് മുമ്പത്തെ വർഷത്തെ ചാമ്പ്യന്മാരാണ് ഫ്രാൻസ്. എന്ന് വെച്ചാൽ 2018 ചാമ്പ്യന്മാരാണ്, 2022 റണ്ണേഴ്സപ്പാണ്. അവരെന്തായാലും വേൾഡ് കപ്പ് ക്യാമ്പയിൻ മികച്ച രീതിയിൽ തന്നെ ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് ഇടങ്ങേറാക്കിയെങ്കിലും പിന്നീട് അവസാനമായപ്പോഴേക്കും അവർ വേൾഡ് കപ്പ് ക്യാമ്പയിൻ മികച്ച രീതിയിൽ തന്നെ തുടങ്ങി. ആദ്യ മത്സരം 3-1 ജയിച്ചു. ഈ ഫ്രാൻസിന്റെ കളിക്ക് ശേഷം നടന്നത് നോർവേ വേഴ്സസ് ഇറാഖായിരുന്നു. 4-1 കംഫർട്ടബിൾ ആയിട്ട് നോർവേ ജയിച്ചു. ഹാലൻഡ് 2 ഗോൾ ഡബിൾ അടിച്ചിട്ടുണ്ടായി. അപ്പോൾ ഉറച്ച് കണ്ട കളികൾക്കൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എംബാപ്പെ 2 ഗോൾ അടിച്ചു, ഹാലൻഡ് 2 ഗോൾ അടിച്ചു, മെസ്സി ഹാട്രിക് അടിച്ചു. അപ്പം എന്തായാലും കളികൾ ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും എംബാപ്പെ 2 ഗോൾ അടിച്ചു, ഫ്രാൻസ് ജയിച്ചു. എക്സ്പെക്റ്റഡ് ആയിരുന്നു. പക്ഷെ ഇടയ്ക്ക് സെനഗലിന്റെ ഒരു തനിരൂപം കാണിക്കാൻ നോക്കി. അപ്പോൾ കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു, ഫ്രാൻസിന് പണി പറ്റിയ ബ്രസീലിന്റെ പോലത്തെ പണി പറ്റിയോ എന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എങ്കിലും ഫ്രാൻസ് അവസാനം അടിച്ച് കയറി.